ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 55. ജീവൻ്റെ ഉറവ. ദാഹാർത്തരെ, ജലാശയത്തിലേക്ക് വരുവീൻ. നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെയും വിമോചനത്തിൻ്റെയും സന്ദേശവുമായാണ് ഈ 55-ാം അധ്യായം കടന്നു വരുന്നത്. ദാവീദിന് നൽകിയ ശാശ്വതമായ വാഗ്ദാനങ്ങൾ ദൈവം ഇന്നും വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുന്നുവെന്ന് പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയമായി തകർന്നുപോയ ഒരു ജനതയ്ക്ക് ഭൗതികമായ ഉടമ്പടികളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കരുണയിലൂന്നിയ ഒരു പുതിയ ജീവിതക്രമം ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട്. തൻ്റെ ജനത്തെ ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പ്രവാസത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് ഒരു വലിയ വെളിച്ചമായി മാറുന്നു. പ്രവാചകനായ യെശയ്യാ അചഞ്ചലമായ ധൈര്യത്തോടും ദൈവസ്നേഹത്തോടുമുള്ള തീക്ഷ്ണതയോടും കൂടിയാണ് ഈ വചനങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രവാസകാലത്തെ ഈ അധ്യായം ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടും എന്നുള്ള ഉറച്ച വാഗ്ദാനമായി ഇന്നും നിലകൊള്ളുന്നു. ദാഹിക്കുന്നവർ അരികിൽ വരണമെന്നും പണമില്ലാത്തവർക്കും ഇവിടെ പോഷണം ലഭിക്കുമെന്നുമുള്ള ആഹ്വാനം കേവലം ഭൗതികമായ ഭക്ഷണത്തിനപ്പുറം ദൈവകൃപയിലേക്കുള്ള ക്ഷണമാണ്. നമ്മുടെ അധ്വാനവും സമ്പത്തും തൃപ്തി നൽകാത്ത കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന മനുഷ്യ സഹജമായ ബലഹീനതയെ പ്രവാചകൻ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. തൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളല്ലെന്നും തൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്നും ഓർമ്മിപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. പാപവഴികൾ ഉപേക്ഷിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് അവിടുന്ന് നൽകുന്ന അളവറ്റ കരുണയും പാപമോചനവുമാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. ആകാശം ഭൂമിക്ക് മുകളിൽ എന്ന പോലെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമാണെന്ന് യെശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നു. മഞ്ഞും മഴയും ഭൂമിയെ നനച്ച് ഫലപുഷ്ടമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ഫലരഹിതമായി മടങ്ങുകയില്ലെന്ന് പ്രവാചകൻ ഉറപ്പു നൽകുന്നു. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നാലെ ഓടുന്ന വിശ്വാസികൾക്ക് ഈ വചനം ഒരു വലിയ താക്കീതും തിരുത്തലുമാണ്. നിങ്ങൾക്കും എനിക്കും. അനീതിയും പാപവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നാം സദാ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഈ സമയത്ത് തന്നെ അവിടുത്തെ തേടണമെന്ന പ്രവാചകൻ്റെ വിളി
നമ്മുടെ അനുതാപത്തിനുള്ള അവസാന അവസരമാകാം. കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും നാം ഈ ദിവ്യ ഭോജനം സ്വീകരിക്കാൻ സന്നദ്ധരാകണം. ലോകം നൽകുന്ന നശ്വരമായ സന്തോഷങ്ങളെക്കാൾ ശാശ്വതമായ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. തിന്മയുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിലേക്ക് മടങ്ങുന്നത് വഴി മാത്രമേ നമുക്ക് ആത്മീയമായ സമൃദ്ധി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, മിശിഹായുടെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ വിശുദ്ധിയോടെയും ഒരുക്കത്തോടെയും കൂടി ജീവിക്കാൻ ഈ 55-ാം അധ്യായം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടത് വെറുതെയല്ല, അത് വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ അവിടുത്തെ വലതു ഭാഗത്ത് നിൽക്കാൻ യോഗ്യരാകത്തക്ക വിധം അനുദിനം മാനസാന്തരത്തിൻ്റെ ജീവിതം നമുക്ക് നയിക്കാം. പ്രത്യാശ കൈവിടാതെ, നിരാശപ്പെടാതെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യവിരുന്നിൽ പങ്കുചേരാൻ നമ്മുടെ ആത്മാവിനെ നമുക്ക് സജ്ജമാക്കാം. പിതാവായ ദൈവത്തിൻ്റെ വചനം തരുന്ന പ്രകാശത്തിൽ നടന്ന് ലോകത്തിൻ്റെ അന്ധകാരത്തെ അതിജീവിച്ച് നാം നിത്യതയിലേക്ക് നോക്കി നീങ്ങണം. ഒരുമിച്ച് തന്നെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണെന്നും അവിടുന്ന് നമ്മെ തേടി വരും എന്നുമുള്ള വിശ്വാസം നമ്മുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങളിൽ നമുക്ക് ശക്തിയും താങ്ങും പകരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.